ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂട്ടുകാരെ, ഞാനിന്നിവിടെ ഒരു സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം ഉണ്ടാക്കി കാണിച്ചു തരാമേ. ഈ 4 മണിക്കൊക്കെ ചായക്കൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേ മൈദ കൊണ്ടും ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും കൊണ്ടും ഉണ്ടാക്കാൻ പറ്റുമേ. ഇവിടെ മൈദ കൊണ്ട് ഉണ്ടാക്കിയാണ് കാണിക്കുന്നത്. ഈ മൈദ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നല്ല നൈസായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് മൈദ അങ്ങോട്ട് എടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ചേർത്ത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് കുഴച്ചങ്ങോട്ട് എടുക്കണം. ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് കുഴയ്ക്കുമല്ലോ, അതേപോലെ തന്നെ കുഴച്ചങ്ങോട്ട് എടുക്കണം. ഏകദേശം ഇതേപോലെ തന്നെ. അപ്പൊ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കാമേ. ഫില്ലിങ്ങിനായിട്ട് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്, നാളികേരം ചിരവിയത്. അപ്പൊ അത് ഞാനേ അതും 2 ഭാഗമായിട്ട് തിരിച്ചിട്ട് ഒരു ഇതില് പഞ്ചസാര അങ്ങോട്ട് ചേർത്തു. മറ്റേതിൽ ഞാനേ കുറച്ച് ശർക്കര ഉരുക്കിയതാണ് ചേർത്തത്. ഇത് രണ്ടും നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ചിലവർക്ക് പഞ്ചസാര ആയിരിക്കും ഇഷ്ടം, ചിലവർക്ക് ശർക്കര ആയിരിക്കും. അപ്പൊ ഞാൻ രണ്ടും അങ്ങോട്ട് കാണിക്കാന്ന് വിചാരിച്ചേ. റെഡിയാക്കിയിട്ടേ ഒരു ദോശക്കല്ല് അടുപ്പത്തേക്ക് അങ്ങോട്ട് വെക്കുക. ഉണ്ടാക്കി വെച്ചേക്കണ മാവുണ്ടല്ലോ, ആ മാവ് അങ്ങോട്ടേക്ക് ആ ദോശക്കല്ലിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് പരത്തി അങ്ങോട്ട് എടുക്കുക. നല്ലവണ്ണം അങ്ങോട്ട് പരത്തി എടുക്കണം. അപ്പൊ ഞാനിത് അങ്ങോട്ട് പരത്തി എടുക്കുമ്പോൾ അതിൽ എണ്ണയൊന്നും യൂസ് ചെയ്യണില്ല. എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, കാരണം അല്ലാണ്ട് തന്നെ പരത്തി കറക്റ്റ് ആയിട്ട് അത് അങ്ങോട്ട് ദോശക്കല്ലിൽ നിന്ന് അങ്ങോട്ട് വിട്ടു വന്നോളും. അതങ്ങോട്ട് പരത്തി ആ മാവ് അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വന്നു കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ആ ചെയ്തു വെച്ചേക്കുന്ന തേങ്ങയുടെ മിശ്രിതം ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മടക്കി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പലഹാരം അങ്ങോട്ട് റെഡിയാവും. അപ്പൊ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല മധുരമുള്ളതായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. ഈ ഷുഗർ ഒക്കെ ഉള്ളവരെ ചിലപ്പോൾ പഞ്ചസാര കഴിക്കാറുണ്ടാവില്ല, അവര് ശർക്കര കഴിക്കാറുണ്ടാവും. അപ്പൊ ചെറിയ മധുരമൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അങ്ങോട്ട് കഴിക്കാം. അപ്പൊ കൂട്ടുകാരെ, നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണേ. ജസ്റ്റ് ആ മാവൊന്ന് കുഴയ്ക്കുക, തേങ്ങ ചിരവി കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കര ഉരുക്കി അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഈ സംഭവം അങ്ങോട്ട് റെഡിയാവും. എന്റെയൊക്കെ കുട്ടിക്കാലത്തെ അമ്മ ഇതേപോലെ ഞങ്ങൾക്ക് വൈകുന്നേരമൊക്കെ ഇതേപോലെ ഉണ്ടാക്കി തരാറുണ്ട്. ഇതേപോലെയുള്ള ചില പലഹാരങ്ങളെ നമ്മളെയൊക്കെ കുട്ടിക്കാലത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോകും. എല്ലാവർക്കും ഇതേപോലെയുള്ള ഇങ്ങനെ ഓർമ്മകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കാമോ?